തൻ്റെ സ്വയം രക്ഷയ്ക്ക് വേണ്ടി തോക്കിനെ അപേക്ഷിച്ച PV അൻവർ ഇന്ന് സംസ്ഥാന സെക്രട്ടറി കൂടിയായ MV ഗോവിന്ദനെ കണ്ടിരിക്കുകയാണ്. CPMന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ MV ഗോവിന്ദനെ. എന്നിട്ട് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് ശേഷമാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കാണുകയുണ്ടായി. താൻ ഒരിക്കലും ഇതിൽ നിന്നും പിന്നോട്ട് പോവില്ലെന്നും ഇതുവരെയുള്ള ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ഇതിൽ അന്വേഷണം നടക്കുമെന്നും ഇതിൽ ആർക്കും രക്ഷപ്പെടാൻ സാധിക്കില്ലെന്നും ഒക്കെയാണ് അദ്ദേഹം ഇന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം മുഖ്യമന്ത്രി കൂടിയായ പിണറായി വിജയനെ കണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ പരാതികൾ പറഞ്ഞിരുന്നു. പക്ഷേ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം അദ്ദേഹം പറഞ്ഞത് ഒരു കോമ്രേഡ് എന്നുള്ള നിലയിൽ എൻ്റെ ഉത്തരവാദിത്വം തീർന്നു എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഇന്ന് അദ്ദേഹം താൻ ഇതിൽ നിന്ന് പിന്മാറില്ലെന്നും ഇത് ഇതിൻ്റെ അറ്റം കണ്ടേ അടങ്ങൂ എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളാണ് അതിനുശേഷം MV ഗോവിന്ദൻ മാസ്റ്ററെ കണ്ടതിന് ശേഷം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ PV അൻവറിന് എന്തെങ്കിലും ഉറപ്പ് MV ഗോവിന്ദൻ മാസ്റ്റർ കൊടുത്തോ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം ഇന്ന് പുറത്തിറങ്ങിയതിനു ശേഷം എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്? പ്രത്യേകിച്ചും ഇന്ന് പ്രതിപക്ഷ നേതാവ് കൂടിയായ VD സതീശൻ പറഞ്ഞിരിക്കുന്ന ഒരു ആരോപണം ADGP RSSന്റെ നേതാക്കളുമായി രഹസ്യമായി ചർച്ച നടത്തി എന്നാണ്. തൃശ്ശൂർ പൂരം കലക്കുന്നതിന് വേണ്ടി അതിന് തെളിവുകളുണ്ട്, CCTV ദൃശ്യങ്ങളുണ്ട് എന്നൊക്കെയാണ്. അതോടൊപ്പം തന്നെ PV അൻവർ പറഞ്ഞിട്ടുള്ളത് ഈ DIG മുൻപ് RSSന്റെ ക്യാമ്പിൽ പങ്കെടുത്തിട്ടുണ്ട്, അതിന് തെളിവുകൾ ഞാൻ ശേഖരിക്കുന്നുണ്ട്, അതും പുറത്തുവിടും എന്നൊക്കെയാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ഒരു വിഷയം കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം തുടർഭരണം കിട്ടിയ കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി കൂടിയായ പിണറായി വിജയൻ, കേരളത്തിൽ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ പവർഫുൾ പൊളിറ്റീഷ്യൻ എന്നറിയപ്പെട്ടിരുന്ന പിണറായി വിജയൻ തൻ്റെ അവസാന സമയത്തിലേക്ക് അടുക്കുമ്പോൾ വളരെ പരാജിതനായ ഒരാളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് സമൂഹത്തിന് തോന്നിക്കൊണ്ടിരിക്കുന്നത്. കാരണം സ്വന്തം അണികൾക്ക് മുമ്പിൽ പോലും അദ്ദേഹം ഇപ്പോൾ സ്വീകാര്യനല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു സമയത്ത് അണികൾ ആവേശപൂർവ്വം ഇരട്ടച്ചങ്കൻ എന്നൊക്കെയുള്ള വിശേഷണം നൽകി ആഘോഷമാക്കിയിരുന്ന പിണറായി വിജയൻ ഇന്ന് വളരെ ഒരു ദുർബലനായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശിക്കെതിരെയായ ഗുരുതര ആരോപണങ്ങളിൽ പാർട്ടി അന്വേഷണം ഉണ്ടാവുമെന്ന് ഇപ്പോൾ പുറത്തു വന്ന വാർത്തകൾ പ്രകാരം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഏതായിരുന്നാലും കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഘട്ടത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു കാലഘട്ടമാണ് ഇത്. ആദ്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അതുപോലെ തന്നെ വയനാട് ദുരന്തം, അതുപോലെ തന്നെ പോലീസിലുണ്ടായ പ്രശ്നങ്ങൾ, ഇപ്പോൾ സ്വന്തം ഭരണകക്ഷി MLA തന്നെ പോലീസിനെതിരെ ഗുരുതര ആക്ഷേപങ്ങളും ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അത് കടുത്ത ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭരണകക്ഷിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസകരമായ ഒരു സമയം കൂടിയാണ് ഇത്. അത് ഇവർ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, എങ്ങനെ ഇതിനെ ഹാൻഡിൽ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകുമെന്ന് കണ്ടറിയേണ്ട കാര്യമാണ്. ഏതായിരുന്നാലും കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു ഗതിമാറ്റമാണോ ഇത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയെ കണ്ട PV അൻവർ എന്ത് ഉറപ്പ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും വീണ്ടും മാധ്യമങ്ങൾക്ക് മുമ്പിൽ ആത്മവിശ്വാസത്തോടെ സംസാരിച്ചിരിക്കുന്നത് എന്നാണ് പൊതുസമൂഹം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ ഒരു അന്വേഷണം നടത്തുന്നത്, അതായത് DIGക്കെതിരായ കേസ് അന്വേഷിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരാണ് എന്നുള്ള രീതിയിലുള്ള, അദ്ദേഹത്തിനേക്കാൾ റാങ്ക് കുറഞ്ഞ ഉദ്യോഗസ്ഥരാണ് അന്വേഷിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലൊന്നും ഒരു സുതാര്യതയും ഉണ്ടാവില്ല എന്നും മറ്റൊരു തലത്തിൽ വലിയ അന്വേഷണങ്ങൾ, അതായത് മുതിർന്ന ഉദ്യോഗസ്ഥർ, അദ്ദേഹത്തിനേക്കാൾ മുകളിലുള്ള ആളുകൾ അന്വേഷിച്ച് നടപടി സ്വീകരിക്കണമെന്നുള്ള ആവശ്യങ്ങൾ ഉയർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള ആളുകൂടിയാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തെ ഇത്തരം ആരോപണങ്ങൾ ഉണ്ടായിട്ട് പോലും മാറ്റാൻ മുഖ്യമന്ത്രി കൂടിയായ പിണറായി വിജയൻ തയ്യാറായിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് തന്നെ അതും സംശയത്തിൻ്റെ നിഴൽ മുഖ്യമന്ത്രി കൂടിയായ പിണറായി വിജയന് നേരെ ഉയരുന്നുണ്ട്. തീർച്ചയായും ഈ ഒരു രാഷ്ട്രീയ പ്രതിസന്ധി ഏത് രീതിയിൽ കൈകാര്യം ചെയ്യും എന്നുള്ള കാര്യത്തിൽ CPMനകത്ത് വലിയ ആശയക്കുഴപ്പം അണികൾക്കകത്ത് ഉണ്ട്. തീർച്ചയായും അണികളിലെ വലിയൊരു ശതമാനവും അൻവറിനെ
പിന്തുണക്കുകയും അൻവർ ഉയർത്തിയ വിഷയങ്ങളിൽ കാരണവും ഉണ്ട് എന്ന് വിശ്വസിക്കുകയും അതിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ മുഖ്യമന്ത്രി കൂടിയായ പിണറായി വിജയൻ വരാൻ പോകുന്ന പാർട്ടി സമ്മേളനങ്ങളിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നാണ് ആളുകൾ ഉറ്റുനോക്കുന്നത്. ഏതായാലും കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ചരിത്രത്തിലില്ലാത്ത ആരോപണങ്ങൾ ഇപ്പോൾ ഉണ്ടായപ്പോൾ DIGയെ അല്ലെങ്കിൽ ഈ ക്രമസമാധാന ചുമതലയിൽ നിന്നും അദ്ദേഹത്തെ മാറ്റാനോ അല്ലെങ്കിൽ എസ്പിക്കെതിരായ സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ സ്വീകരിക്കാനോ സർക്കാർ തയ്യാറായിട്ടില്ല. ഇതിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഇവർക്കെതിരായ വെളിപ്പെടുത്തലുകൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഏതായാലും ഇവരെ മാറ്റാതെ ഈ ഒരു അന്വേഷണവുമായി സർക്കാർ മുമ്പോട്ട് പോയാൽ ഇതിൻ്റെ ഭാവി എന്താവുമെന്ന് കണ്ടറിയേണ്ട കാര്യമാണ്. തീർച്ചയായും കേരള രാഷ്ട്രീയത്തെ മാറ്റത്തിലേക്ക് തിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമായി അൻവറിൻ്റെ വെളിപ്പെടുത്തലുകളെ വേണമെങ്കിൽ കാണാവുന്നതാണ്.